പ്രേക്ഷകർ എന്നും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തിന്റെ മഹത്വവുമായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വനിതകളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. ഹായ്, എൻ്റെ പേര് അഞ്ജു. ഞാനൊരു സൂംബ ഇൻസ്ട്രക്ടറാണ്. പാഷൻ ഫിറ്റ്നസ് സ്റ്റുഡിയോ കടവന്ത്രയാണ് ഞങ്ങളുടെ സ്റ്റുഡിയോ. എന്താണ് സൂംബ? എല്ലാവരും ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ്. എല്ലാവരും സൂംബയെ പറ്റി പറയുന്നു. അവിടെ സൂംബ, ഇവിടെ സൂംബ. വാട്ട് ഈസ് സൂംബ? എന്താണ് സൂംബ? സൂംബ ഒരു ഡാൻസ് ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഡാൻസ് എടുത്ത് ഇൻവോൾവ് ചെയ്തിട്ട് അതിൻ്റെ കോർ സ്റ്റെപ്സ് എടുത്തിട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ്. ഒരു 1 hour ഇൻറ്റൻസ് വർക്കൗട്ട്. അതാണ് സൂംബ. മിക്കവരും ചോദിക്കുന്നത് സൂംബ ഡാൻസ് ആണോ? മിക്കവരുടെയും കോൺസെപ്റ്റ് അതാണ്, സൂംബ ഡാൻസ് ആണ്. പക്ഷേ സൂംബ ഡാൻസ് മാത്രമല്ല, ഇറ്റ് ഈസ് എ പ്യോർലി കാർഡിയോ വർക്കൗട്ട്. ആർക്കെല്ലാം സൂംബ ചെയ്യാം എന്നാണ് അടുത്ത ആൾക്കാരുടെ ക്വസ്റ്റ്യൻ. കുറേ പേര് നമുക്ക് എൻക്വയറീസ് വരുമ്പോൾ പറയും, ഓക്കെ ഞാൻ ഭയങ്കര ഓൾഡാണ്, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒത്തിരി പേരുടെ സംശയം, എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് സൂംബ ചെയ്യാൻ പറ്റുമോ? പിന്നെ കുറേ പേരുടെ സംശയം, ഐ എം എ ഗായ്, ഞാനൊരു ആണാണ്, പെണ്ണുങ്ങളുടെ അല്ലേ സൂംബ, സോ എനിക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ഉത്തരം എന്ന് പറഞ്ഞാൽ, സൂംബ വാസ് ഫൗണ്ടഡ് ബൈ പേഴ്സൺ കോൾഡ് ബെത്തോ പെരേസ്. ബെത്തോ പെരേസ് എന്ന് പറഞ്ഞ ഒരു ആണാണ് ഇത് കണ്ടുപിടിച്ചത്. സോ സൂംബ ഇസ് ഫോർ എവറിബഡി. എല്ലാവർക്കും ചെയ്യാവുന്നതാണ് സൂംബ, ഇൻക്ലൂഡിങ് മെയിൽ ആൻഡ് ഫീമെയിൽ. നൗ ഡാൻസ് അറിയണോ? വേണ്ട. യു ഡോണ്ട് ഹാവ് ടു നോ ടു ഡാൻസ്. ഡാൻസ് അറിയണോ? വേണ്ട. ബിക്കോസ് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഫിറ്റ്നസ് വർക്കൗട്ടാണിത്. കാരണം എല്ലാവരും ഒത്തുകൂടി വന്നിരുന്ന് ഒരു പാട്ട് വെച്ചിട്ട് അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൊറിയോ ചെയ്യുന്നതാണ് നമ്മുടെ ഈ സൂംബ. സോ ഡാൻസ് അറിയണം എന്നില്ല. ചിലപ്പോൾ ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും, വിച്ച് ഇസ് വെരി നാച്ചുറൽ. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് എ ഫൺ എലിമെൻറ്റ്. നമ്മൾ അത് എത്രമാത്രം എൻജോയ് ചെയ്യുന്നു അതാണത്. പിന്നെ ഏജ്, നമ്മുടെ സ്റ്റുഡിയോയിൽ വരുന്ന നമ്മുടെ മെജോറിറ്റി ക്ലയൻസ് എന്ന് പറയുന്നത് നമുക്ക് 13 വയസ്സ് മുതൽ 65 വയസ്സുള്ള ഒരു അങ്കിൾ വരെയുണ്ട്. സോ ഏജ് ഇതിൽ ഒരു പരിമിതിയുമല്ല. നമ്മൾ ഫിറ്റ് ആകുന്നത് കാരണം നമ്മുടെ സ്റ്റാമിന ഇസ് സംതിങ് വിച്ച് യു ബിൽഡ് ഓവർ ദ പീരിയഡ് ഓഫ് ടൈം. നമ്മൾ ആദ്യമേ വരുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഗ്രാജുവലി ചെയ്ത് വരുമ്പോൾ നമ്മൾ ബോഡി കുറച്ചും കൂടെ സ്ട്രെങ്തൻഡ് ആകും. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ്. Now, എന്തുകൊണ്ട് സൂംബ, വൈ ഡു യു പ്രിഫർ സൂംബ? എന്തുകൊണ്ട് സൂംബ ഇസ് ഡിഫറെൻറ്റ് ഫ്രം അതർ വർക്കൗട്ട്സ്? ബാക്കിയുള്ള വർക്കൗട്ടിനെ കാട്ടി എന്തുകൊണ്ട് സൂംബ? കാരണം നമ്മൾ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ കാലത്ത് എഴുന്നേറ്റ് നടക്കാൻ പോകും. കുറച്ച് കഴിയുമ്പോൾ എന്നാ പറ്റും? നമുക്കൊരു മടി. ഇന്ന് വെയിലാണ് അല്ലെങ്കിൽ ഇന്ന് മഴയാണ്, ചെയ്യാനൊരു മടി. കാരണം നമുക്ക് മോട്ടിവേഷൻ ഇല്ല. നമുക്ക് സെൽഫായിട്ടൊരു മോട്ടിവേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷേ നമ്മളൊരു ഗ്രൂപ്പ് ഫിറ്റ്നസ് പ്രോഗ്രാമിൽ വരുമ്പോൾ എന്നാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫൺ എലമെൻറ്റ്. എല്ലാവർക്കും വരണം, എല്ലാവരും ഒച്ച ഉണ്ടാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു. ഇറ്റ് ഈസ് ലൈക്ക് മോർ ലൈക്ക് ഒരു പാർട്ടി അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ എല്ലാവർക്കും വരുമ്പോഴത്തേക്കും എനിക്കിന്ന് മടിയാണെന്ന് പറഞ്ഞാലും എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന ആൾ ഇത്രയും ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും എനിക്കും അത്രയെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് വരും. സോ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ. സോ ആ ഒരു മോട്ടിവേഷൻ, അതാണ് ഈ ഗ്രൂപ്പ് ഫിറ്റ്നസ് പ്രോഗ്രാമിനുള്ള ഒരു പ്രത്യേകത. നൗ വൈ പാഷൻ? ഇവിടെ ഒത്തിരി പേര് എന്താ പറയുക, സ്റ്റുഡിയോസ് തുടങ്ങുന്നുണ്ട് വേർ ഡാൻസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവർ സൂംബ എടുക്കുന്നത്. ബട്ട് നമ്മൾ വിചാരിച്ചു, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വി ഡിസൈഡഡ് ഒരു പ്യോർലി ഒരു ഫിറ്റ്നസ് സ്റ്റുഡിയോ ആയിരിക്കണം, വെയറിൻ സൂംബ ഇസ് ദ മെയിൻ ഫിറ്റ്നസ് പ്രോഗ്രാം. അപ്പം അത് വരുന്ന വെച്ചാൽ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ഫിറ്റ്നസ് ആയിട്ട്, പ്യോർലി ഫിറ്റ്നസ് ആയിട്ട്, ഡാൻസ് സെക്കൻഡറി, അങ്ങനെ ചെയ്യാനാണ് നമ്മളിവിടെ പാഷനിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ പാഷൻ സ്റ്റുഡിയോ തുടങ്ങുമ്പോഴത്തേക്കും നമ്മളത് പ്യോർലി ഫിറ്റ്നസ് സ്റ്റുഡിയോ ആയിട്ട് തുടങ്ങാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. കാരണം കൊച്ചിയിൽ കുറേ സ്റ്റുഡിയോസ് ഉണ്ട് വേർ വർക്കൗട്ട് ഇസ് ഒരു ഭാഗമാണ്. പിന്നെ ജിംസ് ഉണ്ട് വേർ അവർ വന്ന് നമ്മളിപ്പോൾ ത്രെഡ്മില്ലിൽ എല്ലാ ദിവസവും വന്ന് ഓടണം, അല്ലെങ്കിൽ വെയ്റ്റ്സ് എടുക്കുന്നത്. സോ കുറച്ച് കഴിയുമ്പോൾ അത് മൊണോട്ടോണസ് ആവും, നമുക്ക് ഒരു ബോറിംഗ് ആയിട്ട് തുടങ്ങും. കാരണം എല്ലാ ദിവസവും സെയിം തന്നെ നമ്മൾ ത്രെഡ്മില്ലിൽ ഒരു 10 മിനിറ്റ് നടക്കുന്നു, അല്ലെങ്കിൽ വെയ്റ്റ്സ് എല്ലാ ദിവസവും ഇത്ര എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബോറിംഗ്. സോ സൂംബയിൽ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ എവറി മന്ത് നമുക്ക് ഒരു പുതിയ ടൈപ്പ് ഓഫ് സോങ്സ് ആണ്, നമ്മുടെ സോങ്സ് മാറുന്നത്. എവറി ക്ലാസ് ഇസ് ന്യൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക്
കുറച്ചും കൂടെ ഇങ്ങനെ യു ലുക്ക് ഫോർവേഡ് ടു കം. നമുക്ക് എല്ലാ ദിവസം ഓക്കെ കാണാം, നമുക്ക് പുതിയ ക്ലാസ്സിൽ വരണം എന്നുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി കുറച്ചും കൂടെ ടോൺഡ് ആവും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്നാ ചെയ്യുന്നത്, നമുക്ക് സൂംബയിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. സൂംബ ടോണിങ് ഉണ്ട്. സൂംബ ടോണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെയ്റ്റ്സ് കൊണ്ട് ഉപയോഗിക്കുന്നത്. സൂംബ സെൻറ്റാവോ ഉണ്ട്. സെൻറ്റാവോ എന്ന് പറഞ്ഞാൽ ചെയർ കൊണ്ട് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടുള്ള വർക്കൗട്ട്സ്. സൂംബ റൈസർ ഉണ്ട്. റൈസർ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ് കൊണ്ട് ഉപയോഗിക്കും. ഇതിൻ്റെയൊക്കെ ട്രെയിനിങ്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ട്രെയിനിങ് തന്നെ ചെയ്യുന്നത് നമ്മൾ ബാംഗ്ലൂർ, ബോംബെ, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പോയി അവിടെ സൂംബയിൽ നിന്നുള്ള ആൾക്കാർ തന്നെ വന്നാണ് നമുക്ക് ട്രെയിനിങ് ചെയ്തത്. ഇപ്പോൾ ഒത്തിരി അപ്പം നിങ്ങളൊരു സൂംബ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂംബ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ആദ്യം തന്നെ അറിയേണ്ടത് ഇൻസ്ട്രക്ടർ ലൈസൻസ് ഇൻസ്ട്രക്ടർ ആണോ അല്ലയോ എന്ന്. അതിന് നമുക്ക് അവർക്ക് തന്നെ വെബ്സൈറ്റ് ഉണ്ട് zumba.com. അവിടെ ചെന്നിട്ട് അന്വേഷിക്കുക ഇതൊരു ലൈസൻസ് ഇൻസ്ട്രക്ടർ ആണോ ഇല്ലെന്ന്. വൈ, എന്തുകൊണ്ട് ഒരു ലൈസൻസ് ഇൻസ്ട്രക്ടറിൽ നിന്ന് തന്നെ സൂംബ പഠിക്കണം? കാരണം സൂംബ അതൊരു കോൺസെപ്റ്റ് ഉണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ വർക്കൗട്ട് ചെയ്യുന്നത്. കാരണം എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മന്ത് നിങ്ങളുടെ ഓരോ ശരീരഭാഗങ്ങളെടുത്ത് അതിനെ വർക്കൗട്ടാണ് ചെയ്യുന്നത്. കാരണം ഒരു തവണ ആംസ് ആയിരിക്കും, ട്രൈസെപ്സ് ആയിരിക്കും, ആബ്സ് ആയിരിക്കും. സോ അങ്ങനെ ഡിഫറെൻറ്റ് ബോഡീസിനെ നമ്മൾ വർക്കൗട്ട് ചെയ്തെടുക്കുന്ന ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ലൈസൻസ്ഡ് അല്ലാത്ത ഒരു സാധാരണ ഒരിടത്ത് പോയിട്ട് ചെയ്യുകയാണെങ്കിൽ അവരെന്നാ ചെയ്യുന്നത് വെച്ചാൽ അവർ ഡാൻസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പം പ്രോബ്ലി ഡാൻസിന് കുഴപ്പമില്ല, നമുക്ക് കുറച്ചൊക്കെ എഫക്റ്റ്. പക്ഷേ ഫുൾ എഫക്റ്റ് ഓഫ് സൂംബ കാണണമെങ്കിൽ ഒരു ലൈസൻസ് ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് തന്നെ പോയി ചെയ്യേണ്ടി വരും. ആർക്കെല്ലാം സൂംബ ചെയ്യാമെന്ന് പറഞ്ഞതുപോലെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ, പ്രായം ചെന്നവർക്ക് വരെയും സൂംബ ചെയ്യാം. എക്സെപ്റ്റ് ഫോർ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് അല്ലെങ്കിൽ ഹാർട്ട് എയിൽമെൻറ്റ്സ് ഉള്ളവർക്ക് ഒഴികെ ബാക്കി ആർക്ക് വേണമെങ്കിലും സൂംബ ചെയ്യാം. ഇപ്പം ഇവിടെ നമുക്ക് വരുന്ന ക്ലയൻസ് അല്ലെങ്കിൽ ഒത്തിരി പേരുണ്ട് മുട്ടിന് വേദന ഉണ്ടെന്ന് പറഞ്ഞ് വരുന്നവർ, അല്ലെങ്കിൽ ബാക്കിന് പ്രോബ്ലം ഉണ്ടായിട്ട് സ്പോണ്ടിലൈറ്റിസ് ഉള്ളവർ. അവർ വരുമ്പോഴും നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ അവരുടെ പോസ്ചറാണ് കറക്റ്റ് ചെയ്യുന്നത്. ആ പോസ്ചർ കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ പകുതി നമുക്ക് അവരുടെ പൊസിഷൻ മാറുമ്പോൾ തന്നെ അവരുടെ എയിൽമെൻറ്റ്സ് എല്ലാം കുറയുന്നുണ്ട്. സൂംബ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഗ്യാരണ്ടി പറയുന്നത് ഒരു 4 to 5 inches ഗ്യാരണ്ടി നമ്മൾ ലൂസ് ചെയ്യും. ആൻഡ് 700 to 850 calories are burnt every session. കുഞ്ഞു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ സൂംബ ചെയ്യാനുള്ള പ്രോഗ്രാംസ് ഉണ്ട്. സൂംബ ഗോൾഡ് ആണ് പ്രായമുള്ളവർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം. ദ ബേസിക് കോൺസെപ്റ്റ് ഓഫ് സൂംബ എന്ന് പറഞ്ഞാൽ സൂംബ ഇസ് ഫോർ എവ്രിബഡി. എല്ലാവർക്കും സൂംബ ചെയ്യാം, ഇറവലൻറ്റ് ഓഫ് വാട്ട് ഇസ് യുവർ ഏജ്, മീനിങ് ആർക്ക് വേണമെങ്കിലും സൂംബ ചെയ്യാം. പ്രഗ്നൻറ്റ് ലേഡീസിനും ഹാർട്ട് കണ്ടീഷൻസ് ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ബാക്കി എവ്രിബഡി ക്യാൻ ഡു സൂംബ. അതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ കോൺസെപ്റ്റ്. സൂംബയിൽ തന്നെ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും 1 month, നമ്മൾ പറയുന്നത് 1 monthനുള്ളിൽ തന്നെ യുവർ വേസ്റ്റ് ഗെറ്റ്സ് റെഡ്യൂസ് ടു 4 to 5 inches. ദാറ്റ് ഈസ് ഗ്യാരണ്ടീഡ്. ഏത് സൂംബ ക്ലാസ്സിൽ ചെന്നാലും ദാറ്റ് ഈസ് ഗ്യാരണ്ടീഡ്. ഇൻ എ മന്ത് 4 to 5 inches വേസ്റ്റ് റിഡക്ഷൻ ഉണ്ടാകും. നൗ വെയ്റ്റ് ലോസ് ഓൾസോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ഈറ്റ്. ഓബ്വിയസ്ലി നമ്മൾ എന്താ കഴിക്കുന്നത് കൂടെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ ആദ്യമേ തന്നെ വന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. എന്താണ് നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാരണം എല്ലാവരുടെയും ബോഡി ഡിഫറെൻ്റ് ആണ്. കാരണം ഒരാൾ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ 1 മാസം തന്നെ 2-3 കിലോ കുറയും, മറ്റേ ആൾക്ക് പറ്റത്തില്ല. കാരണം വൈ? അവർ വിചാരിക്കും ഓക്കെ അയാൾ ഡയറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അല്ല, ബിക്കോസ് എവ്രിബഡീസ് ബോഡി മെറ്റാബോളിസം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ വർക്കൗട്ട് സെയിം ആണെങ്കിലും നമ്മൾ അതനുസരിച്ചായിരിക്കും നമ്മൾ നിങ്ങളുടെ വർക്കൗട്ടിൻ്റെ നിങ്ങൾ കഴിക്കേണ്ടത് എന്താണെന്ന് നമ്മൾ ചാർട്ട് ഔട്ട് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്. പുള്ളി എല്ലാ മാസം വന്നിട്ട് നിങ്ങളുടെ ബോഡി അനലൈസ് ചെയ്തിട്ട് അതനുസരിച്ച് പറയുന്നതായിരിക്കും. ബട്ട് ദ വർക്കൗട്ട് വിൽ ബി ഗോയിങ് ഓൺ ത്രൂ ഔട്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൂംബ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ്. ഞാൻ ബേസിക്കലി ഒരു ടീച്ചർ ബൈ പ്രൊഫഷൻ ആയിരുന്നു. ഞാൻ എന്തുകൊണ്ട് സൂംബയിലേക്ക് വന്നു മിക്കവർക്കും അറിയേണ്ടതാണ്. വൈ ഡിഡ് ഐ ചേഞ്ച് മൈ കരിയർ? എനിക്ക് സ്വന്തമായിട്ടൊരു പ്ലേ സ്കൂളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 7-8 വർഷം പ്ലേ സ്കൂളൊക്കെ നോക്കി. എൻ്റെ ഫാമിലി, എനിക്ക് 3 കുട്ടികളുണ്ട്. അപ്പം ആഫ്റ്റർ മൈ 3ാമത്തെ കുട്ടി ജനിച്ച ശേഷം ഞാൻ ഒത്തിരി വണ്ണം വെച്ചായിരുന്നു. അപ്പം എല്ലാവരും ചോദിച്ചു അയ്യോ ജിമ്മിൽ പോയിക്കൂടെ, അത് ചെയ്തൂടെ. അപ്പം ഞാൻ ജിമ്മെല്ലാം ട്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ബോറായി തുടങ്ങി. ഫൈനലി ഞാനപ്പം ഓൾട്ടർനേറ്റീവ്സ് തപ്പാൻ തുടങ്ങി. വേറെ എന്ത് ചെയ്യും? കാരണം ജിം എല്ലാ ദിവസവും പോയി കഴിഞ്ഞിട്ട് എനിക്ക് ബോറായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സംബഡി ടോൾഡ് മീ അബൌട്ട് സുംബ. അപ്പം ആദ്യം ഞാൻ ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു, ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. അങ്ങനെ ഒരു ക്ലാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ ഫെൽ ഇൻ ലവ് വിത്ത് സുംബ. അപ്പോൾ എനിക്ക് തോന്നി
ഞാൻ വിത്തിൻ 2-3 months തന്നെ എനിക്ക് ഭയങ്കര ഡിഫറൻസ്. എൻ്റെ ലെത്താർജി, നമ്മുടെ ഒരു മടി, ഒരു ഒരു എപ്പോഴും ഒരു ടയേർഡ് ഫീലിംഗ്, അതെല്ലാം മാറി ഭയങ്കര എനർജറ്റിക് ആയി തുടങ്ങി. അപ്പോൾ അതാണ് എനിക്ക് സുംബയിലേക്ക് എനിക്ക് വന്നപ്പോഴത്തേക്കും ഏറ്റവും അധികം കിട്ടിയത്. ആ ഒരു ലെത്താർജി, ആ ഒരു ടയേർഡ്നെസ് മാറി ഭയങ്കര ആക്റ്റീവ്. എല്ലാ ദിവസവും സുംബ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഡേ എങ്ങനെ ഫേസ് ചെയ്യണം, ആ ഒരു ഒരു കോൺഫിഡൻസ്, നമുക്ക് തന്നെ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ വരാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്തുകൊണ്ട് എനിക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടിയത്, വൈ കാൺട്ട് ഐ ഷെയർ ടു അതേഴ്സ്. എനിവേ അഗെയിൻ ആസ് ഐ സെഡ്, ഒരു ടീച്ചറാണ്. അപ്പം എനിക്ക് തോന്നി എനിക്ക് കിട്ടിയ ഈ ഒരു നല്ല ഒരു ഫീലിംഗ് ഐ ഷുഡ് പാർട്ട് ടു അതർ പീപ്പിൾ. അങ്ങനെയാണ് ഞങ്ങൾ എൻ്റെ ഒരു പാർട്ട്ണറും കൂടെ ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയിട്ട് ഞങ്ങൾ ഇതിൻ്റെ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതാണ് ഞങ്ങളുടെ കോളിംഗ്. we really fell madly in love with Zumba. That is why അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്റ്റുഡിയോയ്ക്ക് തന്നെ പേരിട്ടത് പാഷൻ. കാരണം ഇത് ഞങ്ങളുടെ പാഷനായിരുന്നു. സോ ഞങ്ങളിത് തുടങ്ങിയപ്പോഴത്തേക്കും അറിയില്ലായിരുന്നു ഇത് എങ്ങനെയായിരിക്കും. ബിക്കോസ് കൊച്ചിനിൽ ഇത് പുതിയതായിരുന്നു, പീപ്പിൾ എത്രമാത്രം വരും എന്നുണ്ടായില്ല. ബട്ട് നമ്മൾ ഐ ബിലീവ് നമ്മൾ എന്ത് ചെയ്താലും അത് പൂർണ്ണ ആത്മാർത്ഥതയോട് ചെയ്യുമ്പോഴത്തേക്കും it comes, it follows. അങ്ങനെ അവിടെ നിന്ന് ഇപ്പോൾ 2 വർഷമാകുന്നു. 2 വർഷം ഞങ്ങൾ തുടങ്ങിയും അന്ന് 2-3-5 പേരിൽ നിന്ന് തുടങ്ങി ഇന്ന് ഞങ്ങൾക്ക് 8 സെൻറ്റേഴ്സ് ഉണ്ട് കൊച്ചിയിൽ തന്നെ. 100-ന് മേളിൽ ആൾക്കാരെ ഞങ്ങൾ സൂംബ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആൻഡ് എവറി ഡേ നമ്മൾ എത്ര ടയേർഡാണെന്ന് പറയുന്നത്, ചിലപ്പം ഞങ്ങൾക്ക് 3-4 ക്ലാസ്സസ് ആയിരിക്കും ഒരു ദിവസം. പക്ഷേ നമ്മൾ വന്ന് ആ ആൾക്കാർ ദ ക്ലയൻസ് അവർ ഈഗറാണ്. കാരണം അവർക്കും ആ ഒരു ഹാപ്പിനെസ് വേണം. they also, everybody wants to feel good. നമ്മൾ മ്യൂസിക് ഇട്ട് കഴിയുമ്പം യു ഫർഗെറ്റ്, നമ്മുടെ ലോകം മറക്കുന്നു. ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, നമ്മൾ സുംബ ചെയ്യുമ്പം നമ്മൾ ആ ഡോറ് തുറന്ന് സ്റ്റുഡിയോയിലേക്ക് വരുമ്പം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മറക്കണം. നമ്മളിവിടെ വരുന്നത് നമുക്ക് വേണ്ടിയാണ്. കാരണം മിക്ക സ്ത്രീകളും മറക്കുന്നത് അതാണ്, അവർക്ക് വേണ്ടി കുറച്ച് സമയം. എല്ലാവരും തിരക്കിലാണ്. കാരണം കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഹസ്ബൻഡുണ്ട്, ജോലിയുണ്ട്. അതിൻ്റെ ഇടയിൽ അവർക്ക് വേണ്ടിയുള്ളൊരു 5 minutes അവർ മറന്നു പോകും. അപ്പം അതാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, വി ആസ് വിമൻ നമുക്ക് വേണ്ടി ഒരു മീ ടൈം, ആ ഒരു ടൈം വേണം. അത് ചിലപ്പം സുംബ മാത്രമല്ല, വേണമെങ്കിൽ യോഗ ചെയ്യാം. സംതിങ് യു നീഡ് ടു ഡു ഫോർ യുവർ സെൽഫ്. കാരണം നമുക്ക് എന്ന് ആരോഗ്യമുണ്ടോ അന്നേ നമുക്ക് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിലും ബാക്കിയുള്ളവർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു ആരോഗ്യം ഉണ്ടാകണം. സോ അങ്ങനെയാണ് ഞാൻ സൂംബയിലേക്ക് വന്നത്. സോ ഞാൻ ഇപ്പോൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സൂംബയിലേക്ക് വരാൻ ഞങ്ങൾ ഒത്തിരി പേരെ, ഇപ്പം ഞങ്ങൾക്ക് തന്നെ കുറേ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇതൊരു പുതിയ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ്. ഒത്തിരി പേര് യങ്സ്റ്റേഴ്സ് ഉണ്ട്, അവർക്ക് ഡാൻസ് ചെയ്യാൻ നല്ല കഴിവുണ്ടായിരിക്കും, പക്ഷേ എന്ത് പെർസ്യൂ ചെയ്യണം എന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്നത്, try out Zumba. You can make money as well as you're giving back something to the society. സൊസൈറ്റിയിലേക്ക് നമ്മൾ തിരിച്ച് എന്തോ ചെയ്യുകയാണ്. കാരണം നമ്മൾ വഴി കുറേ ആൾക്കാരുടെ ആരോഗ്യം നന്നാവുകയാണ്. അവരുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ നമ്മളുടെ വഴി ചെറിയൊരു അംശം നമ്മൾ സൊസൈറ്റിയിലേക്ക് ചെയ്യുന്നു. എൻ്റെ ഫാമിലി വളരെ സപ്പോർട്ടീവ് ആയിരുന്നു അബൌട്ട് ദ ഡിസിഷൻ. കാരണം ഞങ്ങൾ ഭയങ്കര ട്രഡീഷണൽ ഫാമിലിയാണ്. അപ്പം സ്കൂൾ ടീച്ചറായിരുന്നു, പ്ലേ സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും. സോ സഡൻലി ഒരു കരിയർ ചേഞ്ച് വന്നപ്പോഴത്തേക്കും ഒബ്വിയസ്ലി ആദ്യം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ബാക്ക് ബോൺ എന്ന് പറയുന്ന ഫാമിലിയാണ്. അവർക്കറിയാം എൻ്റെ ഒരു പാഷനാണെന്ന് പറഞ്ഞപ്പോൾ ദേ വർ ലൈക്ക് യെസ് ഗോ ഹെഡ്. ആ ഒരു സപ്പോർട്ട് വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാനും നമുക്കൊരു മോട്ടിവേഷനാണ്. സോ ഫാമിലി പ്ലേഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഞങ്ങളെ ഈ ഒരു ഇവിടെ വരെ. കാരണം എനിക്ക് 3 കുട്ടികളുണ്ടെന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പം അവരുടെ കാര്യങ്ങൾ നോക്കണം, അതേസമയം ക്ലാസ്സസിന് വേണ്ടി ഓടണം. ഞങ്ങൾക്ക് കോർപ്പറേറ്റ്സിൻ്റെ ഇടയിൽ ഞങ്ങൾ സൂംബ ചെയ്യുന്നുണ്ട്. സോ ഓൾവേസ് ഐ എം എൻഗേജ്ഡ്. ബട്ട് വെൻ യു ഹാവ് എ ഫാമിലി ടു ഫോൾ ബാക്ക് ഓൺ, നമ്മൾ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്കും യു ഹാവ് എ ഫാമിലി ടു സപ്പോർട്ട് യു, ഇറ്റ് ഈസ് ഭയങ്കര ഒരു റിലീഫാണ്. സോ ഐ റിയലി താങ്ക് മൈ ഫാമിലി ഫോർ സപ്പോർട്ടിങ് മീ. ഞാൻ ബേസിക്കലി ഫ്രം കൊച്ചിൻ തന്നെയാണ്. ജനിച്ചതും വളർന്നതും ഒക്കെ കൊച്ചിനിലാണ്, പഠിച്ചതൊക്കെ ഇവിടെയാണ്. കുറച്ച് നാൾ ബാംഗ്ലൂരിൽ പഠിച്ചായിരുന്നു. ചെറുപ്പം മുതലേ ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡാൻസ്, മോഹിനിയാട്ടമൊക്കെ ആയിരുന്നു എൻ്റെ മെയിൻ. പക്ഷേ ഓവർ ദ പീരീഡ് ഓഫ് ടൈം പഠിത്തത്തിലായി, ഫാമിലിയായി, കരിയറായി, അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് സൈഡ് മറന്നുപോയി.
അങ്ങനെ വന്നപ്പോഴാണ് സൂംബയിലേക്ക് വന്നപ്പോഴത്തേക്കും തിരിച്ച് ആ ഒരു ക്രിയേറ്റീവ് സൈഡ്, ആ ഒരു ഡാൻസിൻ്റെ ആ ഒരു ഫ്ലേവർ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും എപ്പോഴാണ് നമ്മൾ കുട്ടിക്കാലത്ത് നമ്മളിട്ട് മറന്നുപോയ ഒരു പാഷൻ കാണും. എൻ്റെ അത് ഡാൻസ് ആയിരുന്നു. അപ്പം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് തിരിച്ച് എനിക്ക് അതിലേക്ക് ചെയ്യാൻ പറ്റി, അതെൻ്റെ ഒരു പ്രൊഫഷൻ ആക്കാൻ പറ്റിയത്, അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് പുതിയ തലമുറയിലുള്ള കുട്ടികളോട് പറയാനുള്ളതാണ്, ഡോണ്ട് വെയിറ്റ് ടിൽ യു റീച്ച് 30 ടു സ്റ്റാർട്ട് എക്സസൈസിങ്. നമ്മുടെ ആൾക്കാരുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സ് കഴിയുമ്പോൾ സഡൻലി ഒരു സുഖമില്ലാതെ തോന്നുമ്പോൾ ഡോക്ടർ പറയും ഓക്കെ എക്സസൈസ് ചെയ്യണം. അപ്പം അപ്പോഴാണ് മിക്ക സ്ത്രീകളും എക്സസൈസിനെ പറ്റി ചിന്തിക്കുന്നത്. സോ അതുകൊണ്ട് എനിക്ക് പുതിയ തലമുറ കുട്ടികളോട് പറയാനുള്ളത്, ഡോണ്ട് വെയിറ്റ് ടിൽ ദെൻ. വെൻ യു ആർ യങ്, നിങ്ങൾ ചെറുപ്പത്തിലെ ആയിരിക്കുമ്പോൾ തന്നെ ഡു സം എക്സസൈസ്. സുംബ, ഇഫ് യു ആസ്ക് മീ, സുംബ ഇസ് ദ ബെസ്റ്റ് വൺ. ബിക്കോസ് ഫണ്ണാണ്, മ്യൂസിക് ഉണ്ട്, ഡാൻസ് ഉണ്ട്, ആൻഡ് ഈ 1 മണിക്കൂർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് പോലും നിങ്ങൾ അറിയത്തില്ല. സോ ബട്ട് ഡു സംതിങ്, അതാണ് നമ്മുടെ മെയിൻ. കാരണം 30 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ചെറുപ്പം മുതൽ തന്നെ ഡു സം വർക്കൗട്ട്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞത് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ ടി വിയുടെ മുമ്പിൽ, കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ, വി ഡോണ്ട് മൂവ്. പഴയ കാലത്തെ പോലെ നമ്മളൊന്നും ചെയ്യുന്നില്ല. സോ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് തന്നെയാണ് സുംബ. സോ എനിക്ക് പറയാനുള്ളത്, കം ട്രൈ സുംബ 1 class and I am sure you'll fall in love with it.